ഹലോ 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 ഹലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ യേശയ്യാ വായിക്കുമ്പോൾ ഈ 53 വരെയുള്ള ഭാഗങ്ങളിൽ മിശിഹാ ചരിത്രത്തിൻ്റെ ഈ പീഠാനുഭവം കഴിഞ്ഞു. പിന്നെ കണ്ടോ 54 പുതിയ ജെറുസലേം, 55 ജീവൻ്റെ ഉറവ, 56 എല്ലാവർക്കും രക്ഷ. ഇങ്ങനെ ഇതിനൊരു ക്രോണോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. ഈ പുതിയ രാജ്യത്തിൻ്റെ പടിപടിയായ വികസനം ഈ സുവിശേഷം പോലെ തന്നെ യേശയ്യായുടെ സുവിശേഷത്തിൽ കാണാം. യേശയ്യായുടെ സുവിശേഷം എന്നാ പറയണേ, യേശയ്യായുടെ സുവിശേഷം. ബൈബിളിൻ്റെ മറ്റൊരു രഹസ്യം, ഈ 2 വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ക്രോണോസ് ആൻഡ് കെയ്റോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ പടിപടിയായി സംഭവിക്കുന്ന നിരവധി സംഭവങ്ങൾ, സമയാസ്പദമായി സംഭവിക്കുന്ന നിരവധി സംഭവങ്ങൾ പടിപടിയായിട്ട്. ക്രോണോളജി, ക്രോണിക്കൽ, ഡയറി, അതാണ് പഴയ നിയമം മുഴുവനും. ഇറ്റ് ഈസ് ക്രോണോസ്. കെയ്റോസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഭവം, ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ സംഭവം. എന്താണ് ബൈബിളിലെ കെയ്റോസ്? ഒറ്റ സംഭവം. എന്താണത്? യേശുവിൻ്റെ പീഡാനുഭവവും മരണവും സംസ്കാരവും ഉത്ഥാനവും. ബാക്കി ബൈബിളിൻ്റെ ഉത്ഭവം മുതൽ അവസാനം വരെയുള്ളതെല്ലാം ക്രോണോസ് ആണ്. അതെന്തിലേക്ക് വിരൽ ചൂണ്ടുന്നു? കെയ്റോസിലേക്ക്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമ്മൾ ഏത് വചനം എടുക്കാൻ. യേശയ്യായിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇത് കൈറോസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണോ അല്ലയോ? മുഴുവനും അങ്ങനെയാണ്. യേശയ്യാ 56 അവർ എൻ്റെ കൈകാലുകൾ അടിച്ചവർക്ക് പുറവും താടി വീഴ്ച പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നലിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ഞാൻ ഈ സഹനത്തെക്കുറിച്ച് പിന്നെ പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം അത് തന്നെ വരെയാണ്. ഇപ്പോൾ അതങ്ങ് പറഞ്ഞേക്കാം. എന്നിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഈ ബലിയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും ഒന്ന് ഈശോയുടെ സഹനത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റണം. ദൈവനീതിയുടെ അനുഭവത്തിന് ഇത് വളരെ എളുപ്പമാണ്. യേശു മനുഷ്യവംശത്തെ മുഴുവനും നീതീകരിക്കുന്നതിനായി കഠിന വേദന അനുഭവിച്ചു. ആ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആ യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആ യേശുവിൻ്റെ മണവാട്ടിമാരാണ് നമ്മൾ ഓരോരുത്തരും. ആ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ മറ്റൊരു യേശുവാണെങ്കിൽ ഈ യേശുവിൻ്റെ പീഠാനുഭവം ഒരിക്കൽ സംഭവിച്ചത് എന്നേക്കുമായിട്ടാണ് സംഭവിച്ചതെന്ന് നമ്മൾ കേട്ടു. ആ കാറ്റഗിസം ഒന്നെടുക്കാം. 1085 ഞാൻ വായിക്കാം. അത് മുഴുവനും വായിക്കണ്ട. അതിനകത്ത് പ്രസക്ത ഭാഗം ഇച്ചിരി നീണ്ട പാരഗ്രാഫാണ്. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം ഭൂതകാലത്തിൽ മാത്രം നിലനിൽക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ തൻ്റെ മരണം വഴി അവിടുന്ന് മരണത്തെ നശിപ്പിച്ചു. ക്രിസ്തു ആയിരിക്കുന്നതെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടി
അവിടുന്ന് ചെയ്തതും സഹിച്ചതുമായ സകലതും, ഈ വാക്ക് ശ്രദ്ധിക്കണം, ദൈവീക നിത്യതയിൽ പങ്കുപറ്റുന്നു. യുണൈറ്റ് വിത്ത് ദ ഡിവൈൻ എറ്റേണിറ്റി. അതാണ്. തന്മൂലം എല്ലാ കാലങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്നു. അതേസമയം അവയിലെല്ലാം സന്നിഹിതമാക്കപ്പെടുകയും ചെയ്യുന്നു. കുരിശിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സംഭവം സ്ഥിരമായി നിലനിൽക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കുരിശിൽ മരിച്ചു. കഴിഞ്ഞ കാര്യമല്ലേ? ഇനിയിപ്പോൾ നമ്മൾ സഹിക്കണ എന്തിനാ? ഇതാണ് ചിലവർ പറയണത്. ചില വചനപ്രഘോഷണത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്, യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈട സഹിച്ചു മരിച്ചു, അത് കഴിഞ്ഞു എന്നാണ് പലരും പറയുന്നത്. കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് പീഡ സഹിച്ചു. അതൊരു എവന്റ്, ആ ഒരു സംഭവം നടന്നതിൽ ആരാണ് അതിൻ്റെ കഥാനായകൻ? നിത്യനായ യേശുക്രിസ്തു. ആരായ യേശുക്രിസ്തു? നിത്യനായ യേശുക്രിസ്തു, നിത്യപുരോഹിതനായ യേശുക്രിസ്തു, ദൈവം തന്നെയായ യേശുക്രിസ്തു. ആ സംഭവം നടന്നത് അന്ന് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നുവോ? അല്ല. ആ സംഭവം നടന്നത് എന്നും ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ സംഭവം നടന്നപ്പോൾ തന്നെ അത് ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ഡിവൈൻ എറ്റേണിറ്റി. അത് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ നിത്യതയിലേക്ക് പ്രവേശിച്ച പദ്ധതി, മനുഷ്യാവതാരം, പരസ്യ ജീവിതം, പീഠാനുഭവം, ഇതെല്ലാം നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ നിത്യതയിലേക്ക് പ്രവേശിച്ച സഹനം, പീഠാനുഭവം, കുരിശുമരണം, സംസ്കാരം, ഉത്ഥാനം, അതിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവാണ് ആ സംഭവത്തെ ഈ കൂദാശകളിലൂടെ ഇന്ന് ജീവിക്കുന്ന നമ്മളിലേക്ക് സന്നിഹിതമാക്കുന്നതും അതിൽ പ്രവർത്തിക്കുന്നതും. മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല, മനസ്സിലാവുന്നവർ മനസ്സിലാക്കുക. ഇങ്ങനെ കൗദാശികമായ ഒരു റീഎനാക്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആ സംഭവം തന്നെയാണ് ഇവിടെ നമ്മൾ കുർബാനയിൽ നമ്മൾ പങ്കുചേരുന്നത്. ആ സംഭവത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് നിത്യതയിലേക്ക് പ്രവേശിച്ച ആ സംഭവത്തെ ഇന്ന് ഇവിടെ സന്നിഹിതമാക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇന്ന് ജീവിക്കുന്ന നമുക്ക് കൂടി വേണ്ടിയാണ് അന്ന് യേശു പീഡ അനുഭവിച്ചത്. അതുകൊണ്ട് ഇത് നമ്മുടെ അവകാശമാണ്. ഇന്ന് ജീവിക്കുന്ന നമ്മളെ കണ്ടുമുട്ടാൻ യേശു ഇതാ ഈ നിമിഷം വരുന്നു, അടുത്ത നിമിഷം വരുന്നു, അതിൻ്റെ അടുത്ത നിമിഷം വരുന്നു. കാരണം യേശു നിത്യതയിലാണ്. ഇത് കൗദാശികമായ ഒരു അവസ്ഥയാണെങ്കിൽ ആ കൗദാശികമായ അവസ്ഥാവിശേഷത്തിലൂടെയുള്ള മാമോദീസായും ശരീരലേപനവും വിശുദ്ധ കുർബാനയിലും പങ്കുചേർന്ന നമ്മൾ കൗദാശികമായി യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് കൂദാശയ്ക്ക് ശേഷവും നമ്മൾ യേശുവിൻ്റെ പീഡാസഹനം, മരണം, സംസ്കാരം, ഉത്ഥാനത്തിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈശോയെ ആശ്വസിപ്പിക്കാനും ഈശോയുടെ വേദനകളിൽ നമ്മൾ പങ്കാളികളാകാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബോധ്യം നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വേദനകൾ കൂടും. പ്രൈസ് ദി ലോർഡ്. പേടിയായോ?
ഈ ബോധ്യം നമുക്കുണ്ടായാൽ ആ പീഡാനുഭവത്തിൻ്റെ അനുഭവം കൈകാലുകളിൽ ആണിയടിക്കുന്നതായിട്ടും തലയിൽ മുള്ള് കയറുന്നതായിട്ടും നെഞ്ചിൽ കുത്തുന്നതായിട്ടും ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതായിട്ടും എല്ലാം ഒരു മിസ്റ്റിക്കലായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. 100% ഞാൻ ഗ്യാരണ്ടി ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരിലും ഈ പഞ്ചക്ഷതങ്ങൾ ഉണ്ട്. പക്ഷേ നമ്മൾ അത് ബാഹ്യമായി അനുഭവിക്കുന്നില്ലെന്നേ ഉള്ളൂ, ആന്തരികമായി ഉണ്ട്. ഇത് 100% ആണ്. നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഈശോയുടെ തിരുമുറിവുകളെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും കുരിശിലെ വേദനയെക്കുറിച്ചും 1 മണിക്കൂർ ആ ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് ധ്യാനിക്കുകയാണെങ്കിൽ ഉടനെ ഈ വേദനകൾ നിങ്ങൾക്ക് അനുഭവമാകും. കാരണം നിങ്ങളിൽ ആ വേദനിക്കുന്ന ഈശോ നിങ്ങളിൽ ഉണ്ട്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവമാകുന്നുണ്ട്. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഭവമായിരിക്കും ഈശോയുടെ ഏതെങ്കിലും ഒരു മുറിവ് നമ്മുടെ ശരീരത്തിൽ അനുഭവമാകുമ്പോൾ. പ്രൈസ് ദ ലോർഡ്. ഇപ്പം തന്നെ ആരുടെയോ കൈകാലുകളിൽ ആണിയടിക്കണ അനുഭവമുണ്ട്. അത് ചിലവർക്ക് അതിശക്തമായിട്ടുണ്ടാകും, ചിലവർക്ക് ലളിതമായിട്ടുണ്ടാകും. ഇത് ഒരു സഹനം. എന്നാൽ മറുസഹനം അത് വേറൊരു സഹനമാണ്. മറ്റുള്ളവർ തിരസ്കരിക്കുന്ന സഹനം, നമ്മൾ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ. ഒരു കാരണവുമില്ലാതെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകളിൽ നിന്നും, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നും വഞ്ചനാത്മകമായ ചതി നമുക്കുണ്ടാകുമ്പോൾ സഹിക്കാൻ പറ്റില്ല, ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതും യേശു അനുഭവിച്ച വേദനയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഭർത്താവ് മദ്യപിച്ചു വന്ന് ഭാര്യ അടിക്കണു. അങ്ങനെ ഒരിക്കൽ ഒരു ഭാര്യ എല്ലാ ദിവസവും ഭർത്താവ് അവളെ ക്രൂരമായി പീഡിപ്പിക്കണം. പറയുമ്പോൾ ഉടനെ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യായിരുന്നു. കംപ്ലൈൻറ്റ് ചെയ്താൽ അവനകത്തായി, ബെയിൽ പോലും കിട്ടൂല അല്ലേ. പക്ഷേ അവൾക്കങ്ങനെ പറ്റുന്നില്ല. 2 കുട്ടികളുണ്ട്. മാത്രമല്ല ഇയാൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇയാളൊരു പുണ്യവാളനാണ്. പിന്നെ വീട്ടിൽ അടുക്കളയിലെ സകല പണിയും ചെയ്തു തരും. ദോശ ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും, ഭക്ഷണം വയ്ക്കും, നല്ല രുചിയുള്ള മീൻകറി ഉണ്ടാക്കും. ഇതൊക്കെ വൈകുന്നേരം ആയാൽ രുചി മാറി. കുടിച്ചു കഴിഞ്ഞാൽ ഇയാൾ വന്നിട്ട് ഇവളെ അടിക്കും, ഇടിക്കും, ചുമരോട് ചേർത്ത് വെച്ച് ഇടിക്കും, തലമുടി പിടിച്ച് വലിക്കും, ചെകിട്ടത്തടിക്കും, കാർപ്പിച്ച് തുപ്പും, പുറത്തടിക്കും. ഇത് സഹിക്കാൻ പറ്റാതെ പലരോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ മാറി താമസിക്കും. മാറി താമസിക്കാൻ എനിക്ക് പറ്റണില്ല. എൻ്റെ ഭർത്താവാണ്, 2 പിള്ളേരും. എന്താണ് ഒരു പ്രതിവിധി? ആരോ പറഞ്ഞു, ഇങ്ങനെ ഈ തോമസ് പോൾ എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാളൊന്ന് വിളിച്ച് നോക്കാൻ. വലിയ പ്രതിവിധി കിട്ടുമെന്ന് ഞാൻ വിളിച്ചത്. വിളിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതെന്താ ബ്രദർ കാര്യമാക്കാത്തത്? ഞാൻ പറഞ്ഞു, എനിക്ക് കാര്യം നന്നായിട്ടായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിൻ്റെ അടുത്ത് ബൈബിളുണ്ടോ? ആ ബൈബിളുണ്ട്. ഏശയ്യാ 50:6 ഒന്നെടുത്ത് വായിച്ചേ. വായിച്ചപ്പോൾ എന്താ എഴുതിയേക്കണേ? അതിനകത്ത് അടിച്ചവർക്ക് പുറവും
താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. എന്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. ഇത്രയും മുഴുവനും പറയണേക്ക് മുമ്പ് അവള് വായിച്ചിട്ട് പറയും, അയ്യോ ഇത് എന്നെ കുറിച്ചാണല്ലോ എഴുതിയേക്കണത്. അടിച്ചവർക്ക് പുറം, താടിമീശ ഇല്ലെന്നേ ഉള്ളൂ, മുഖത്ത് കാർപ്പിച്ച് തുപ്പൽ, ഇതൊക്കെ കറക്റ്റാണ്. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും മുഖത്തിൽ. ഇപ്പൊ മനസ്സിലായ ഞാൻ എന്തുകൊണ്ടാ ചിരിച്ചെന്ന്? ഇപ്പം നിനക്ക് മനസ്സിലായ നിന്നെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാരെക്കുറിച്ചത്? ഇത് കർത്താവീശോ മിശിഹ, ഭൂലോകപാപം നീക്കുന്ന കർത്താവീശോ മിശിഹ അനുഭവിക്കാനിരിക്കുന്ന വേദനകളെക്കുറിച്ച് അതിൽ 725 വർഷം മുമ്പ് എഴുതിയിരിക്കുന്നതാണ്. ആ വേദനിക്കുന്ന സമയത്തെല്ലാം ഈശോ ആഗ്രഹിച്ചു, ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടോ? അതിന്നും ഈശോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് കിട്ടുന്ന ഈ അടിയും ചതയും ഈശോയെ ആശ്വസിപ്പിക്കാൻ പറ്റും. ഞാനെങ്ങനെ ഈശോയെ ആശ്വസിപ്പിക്കണം? നമ്മൾ ഈശോയിൽ നിന്ന് ആശ്വാസം ഇങ്ങോട്ട് ചോദിക്കല്ലേ ചെയ്യണേ. അതാണ് നമ്മളെല്ലാം മറിച്ചാ ചിന്തിക്കണേ. ഈശോ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നു. ഈശോ നിന്നിൽ നിന്ന് ആശ്വാസം ആഗ്രഹിക്കുന്നു. നീ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. ഈ അടിക്കുന്നതിന് മുമ്പ് തന്നെ, അടി കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഈശോയെ, ഈ വേദന, നിന്റെ വേദനയിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ, കാരണം നീ പറഞ്ഞു ആരെങ്കിലും എന്നെ ആശ്വസിപ്പിക്കാനുണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. ഞാൻ പറയും, കർത്താവേ ഞാനുണ്ട്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ബ്രദറെ ഞാനെന്നാ ഇന്ന് രാത്രി അങ്ങേരടിക്കാൻ വരുമ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നാളെ വിവരം പറയണം. ഓക്കെ. പിറ്റേ ദിവസം അവള് പറയാണ്, ബ്രദറെ ഇന്നലെ മുഴുവനും ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഇതൊന്ന് വേഗം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഞാനത് ബ്രദർ പറഞ്ഞപ്പോഴേ തന്നെ ഞാനത് ഈശോനെ കൊടുത്തു. എനിക്ക് ശരിക്കും മനസ്സിലായി ഈശോ ആശ്വസിക്കുന്നുണ്ടെന്നും. ഇയാൾ വരാൻ നോക്കിയിരിക്കുകയായിരുന്നു, ഇയാൾ എന്നെ അങ്ങ് തല്ലാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇന്നലെ കൂടുതലായിട്ട് അങ്ങ് കിട്ടി എനിക്ക്. ഞാനത് മുഴുവനും ഈശോയ്ക്ക് കൊടുത്തു. എനിക്ക് ഭയങ്കര സമാധാനമായി. ഒട്ടും വേദന അധികം തോന്നിയൊന്നുമില്ല. പക്ഷേ ബ്രദറേ അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ ഇടത്തെ കണ്ണിൻ്റെ കോർണർ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ തുറന്നു നോക്കി. അപ്പോഴേ പിശാചി ചമ്മി എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോണത് ഞാൻ കണ്ടു. Praise the Lord. ഇതാണ് കുരിശ് കണ്ട പിശാച് ഓടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അങ്ങനെ കുറേ ദിവസം തുടർന്നു. അത് കഴിഞ്ഞപ്പോൾ ഇയാളിൽ വലിയ മാനസാന്തരം ഉണ്ടായി. പിന്നെ വേറെ സ്റ്റേജാണ്, ഇതിനേക്കാളും ഉയർന്ന സ്റ്റേജായിരിക്കും സഹനം ഉണ്ടാകുക. ഒരു കന്യാസ്ത്രീയുടെ കഥ പറഞ്ഞോട്ടെ. ഇത് നല്ല കാര്യമാണ്. ഒരു സുപ്പീരിയർ, ഞാനിങ്ങനെ ബാംഗ്ലൂർ റോഡ് ധ്യാനിപ്പിക്കുമ്പോൾ, സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുമ്പോൾ അവിടുത്തെ സുപ്പീരിയർ പറഞ്ഞു, ഞങ്ങളുടെ ആ കോൺവെൻറ്റിലെ പ്രൊവിൻഷ്യാലിന് ശരീരം മുഴുവനും വേദനയാണ്. ശരീരത്തിൽ വേദനയില്ലാത്ത ഒരു ഭാഗമില്ല.
ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്ക് എന്തോരം ആശുപത്രികളാണ് ഉള്ളത്. അവിടെ എല്ലാം കൊണ്ടുപോയി ആർക്കും മനസ്സിലാവുന്നില്ല. അവർക്ക് ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. ബ്രദറെ ഒന്ന് ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാം. ഇല്ലില്ല, അവരിവിടെ വരും. എന്നാൽ വൈകുന്നേരത്തെ ബ്രേക്ക് ടൈമിൽ വരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രൊവിൻഷ്യാൽ 2 സിസ്റ്റേഴ്സിനെ അകമ്പടിയോടെ 2 സിസ്റ്റേഴ്സ് ഇങ്ങനെ തോളിൽ ഇട്ട് തൂക്കിക്കൊണ്ട് വരികയാണ്. വേറൊരു സിസ്റ്റർ MRI സ്കാനും എക്സ്റേ ഇങ്ങനെയുള്ള കുറേ പേപ്പറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സുപ്പീരിയർ പ്രൊവിൻഷ്യൽ മുറിയുടെ അകത്തേക്ക് വന്ന ഉടനെ തന്നെ കർത്താവ് എന്നോട് പറയുകയാണ്, ഇവളെൻ്റെ ഷീ ഈസ് മൈ കൺസോളിങ് ഏഞ്ചൽ, ഷീ ഈസ് മൈ കൺസോളിങ് ഏഞ്ചൽ. ഇവളെന്നെ ആശ്വസിപ്പിക്കുന്ന മാലാഖയാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു MRIയും എക്സ്റേ ഒക്കെ അവിടെ വെച്ച് നമ്മുടെ സ്കാനിങ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. കർത്താവ് സംസാരിക്കുന്നു, നിങ്ങളുടെ രോഗത്തിൻ്റെ മുഴുവൻ കാരണം ഞാൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമാണ്. ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല. അപ്പോൾ ദൈവം ഒരു മാലാഖയെ തിരഞ്ഞെടുത്തു. ആ മാലാഖ യേശുവിനെ ആശ്വസിപ്പിക്കാൻ വന്നു. ആ മാലാഖയാണ് അങ്ങ്. ഇത് കേട്ടപാടെ അവർക്ക് ശരിക്കും മനസ്സിലായി, എൻ്റെ ഈശോയെ, അവരങ്ങ് സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞു. അതുകൊണ്ട് ഈ വേദന മുഴുവനും ഈശോയെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ സിസ്റ്റർ, ഈ സുപ്പീരിയർ, ഈ പ്രൊവിൻഷ്യാൽ അതങ്ങ് സ്വീകരിച്ചുകൊണ്ട് 2 കരങ്ങളും അങ്ങ് ഉയർത്തി. അപ്പോഴാണ് ഈ 2 പേര് താങ്ങിക്കൊണ്ടുവന്നവർ 2 പേരും അങ്ങോട്ട് മാറി. പക്ഷെ ഇയാൾ വീഴണില്ല. ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഇവരുടെ വേദനകളെല്ലാം ആരോ ഇങ്ങനെ ഒപ്പിയെടുത്ത മാതിരി അങ്ങ് പോയി, കംപ്ലീറ്റ് പോയിട്ട് ഇവർ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. സാധാരണ കരിസ്മാറ്റിക്കിൽ ഒരുപാട് പേര് അങ്ങനെ ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു സംശയമല്ലേ, ഇതെന്ത് പറ്റിയാണ്ടോ. ശരിക്കും എനിക്ക് സംശയമായി, ദൈവമേ എന്ത് പറ്റിയാവും. ഇവരങ്ങ് ചിരിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചേ? പീഠാനുഭവം ഉത്ഥാനമായിട്ട് മാറി. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ ചിരി അധികം നേരമൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വേദന വരും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ വേദന വരും. വ്യാഴാഴ്ച തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഒരു വിളി. ഇനി വേറൊരു സുപ്പീരിയർ, അവർ 2 ടേം പ്രൊവിൻഷ്യലായിരുന്നു. 2ാമത്തെ ടേം പ്രൊവിൻഷ്യലായപ്പോൾ ആകാൻ കാരണം വേറെ ആരും ഇല്ലാഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവർ തീരുമാനിച്ചു, അടുത്ത പ്രാവശ്യം ഇലക്ഷൻ വരണേക്ക് മുമ്പ് ഒരാളെ ഞാൻ തന്നെ ഒരുക്കണം അടുത്ത പ്രൊവിൻഷ്യലാകാൻ. അങ്ങനെ ഇവരെ സ്നേഹിക്കുന്ന എന്നാൽ കേപ്പബിളായിട്ടുള്ള ഒരു സിസ്റ്ററെ കണ്ടുപിടിച്ച് അവരെ ഒരുക്കി അടുത്ത പ്രൊവിൻഷ്യൽ ഇലക്ഷന് ഇവരെ പ്രൊവിൻഷ്യലാക്കണം. ഈ അമ്മ അതിനുവേണ്ടി എന്തോരം അവരെ സ്നേഹിച്ചു, എല്ലാം പറഞ്ഞു കൊടുത്ത്, എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴെല്ലാം ഒരു ചെറിയ സ്വാർത്ഥത കൂടി ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഞാൻ ഇവർ സുഹൃത്തിലായി കഴിയുമ്പോൾ എന്നെ ഇത്തിരി പരിഗണിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പുതിയ പ്രൊവിൻഷ്യലായി കഴിഞ്ഞതോടുകൂടി ആള് മാറി. പിന്നെ ആള് ഈ മദറിനെ കണ്ടാൽ അറിയില്ല. വിഷമിക്കരുത് കേട്ടോ, ക്ലൈമാക്സ് വരുമ്പോൾ മനസ്സിലാവും. ഈ മദർ പറയാണ്, എൻ്റെ തോമസ് പോലെ എനിക്ക് ഭയങ്കര വേദന ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യാൻ തുടങ്ങി. ഈ പുതിയ പ്രൊവിൻഷ്യൽ ടീം എനിക്ക് 2 ടേം
പ്രൊവിൻഷ്യലായിരുന്ന എനിക്കൊരു സെൻഡ് ഓഫ് പോലും തരാതെ എന്നെ പറഞ്ഞു വിട്ടു. എന്നെ പറഞ്ഞു വിട്ട സ്ഥലം ഒരുപാട് ദൂരെയായിരുന്നു. അവിടെ നിന്നൊരു ദിവസം ഒരു അച്ഛൻ, അദ്ദേഹത്തിനൊരു മിനി ബസ് ഉണ്ട്, വാൻ, ആ വാൻ ഓടിച്ചിവിടെ വന്നു. അപ്പം എനിക്ക് തോന്നി നമ്മൾക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയല്ലോ, നമ്മുടെ സാധനങ്ങൾ ഈ വണ്ടിയിൽ എടുത്തിട്ടാണെങ്കിൽ പിന്നെ വേറെ വണ്ടി എടുക്കണ്ടല്ലോ. അപ്പോൾ പാർലറിൽ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും അച്ഛൻ്റെ കൂടെ വരികയാണ്. ഇത് ഒരു സിസ്റ്റർ കേട്ടു. സിസ്റ്റർ ഇത്രേ കേട്ടുള്ളൂ, ഞാൻ അച്ഛൻ്റെ കൂടെ വരികയാണ്. ബാക്കിയൊന്നും കേൾക്കാൻ നിന്നില്ല. അവരുടനെ പോയി എല്ലായിടത്തും പറഞ്ഞു, സിസ്റ്റർ അച്ഛൻ്റെ കൂടെ ഓടിപ്പോവുകയാണ്. ഓ, ഈ വയസ്സായ ഞാൻ, എൻ്റെ ബ്രദറെ, എന്തോ ഒരു വേദനയായിരുന്നു. എല്ലായിടത്തും ന്യൂസായി ഞാൻ അച്ഛൻ്റെ കൂടെ ഓടിപ്പോയി. എനിക്കിപ്പോഴും 10 വർഷം കഴിഞ്ഞിട്ടും ഇവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ 75 വയസ്സായി, 2 സ്റ്റിക്ക് പിടിച്ചിട്ടുണ്ട്. ഈ നടക്കാനൊന്നും ശരിക്കും പറ്റണില്ല. പഴയ ഫ്രോക്ക് ടൈപ്പ് ഹാബിറ്റാണ്. നല്ല തടിയുണ്ട്. മുഖമെല്ലാം ആകെ കരുവാളിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, സങ്കീർത്തനം 55:12 അതിൽ പറയുന്നത്, ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണതു ചെയ്തത്. നമ്മളുള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു. നമ്മളൊന്നിച്ചു ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. സിസ്റ്ററെ, ഈ സങ്കീർത്തനത്തിലാണ് സിസ്റ്റർ. ശരിയാണല്ലോ, ഇത് എന്നെക്കുറിച്ചാണല്ലോ, ഇത് ഞങ്ങളുടെ ഈ പ്രശ്നമാണല്ലോ. അതെ, എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസും അപ്പസ്തോലന്മാരിൽ നിന്നും, പ്രത്യേകിച്ച് പത്രോസിൽ നിന്നും, താൻ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ അപ്പസ്തോലന്മാർ തന്നെ തിരസ്കരിക്കും, തന്നെ വഞ്ചിക്കും. അതാണ് പ്രവചിക്കപ്പെട്ടത്. ശത്രുവല്ല, ആയിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാമായിരുന്നു. അതെ ബ്രദറെ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാമായിരുന്നു. ഇത് ഞാൻ തന്നെ വളർത്തിയെടുത്ത് ഞാൻ പ്രൊവിൻഷ്യലാക്കിയ അവരാണ് എന്നോടത് ചെയ്തത്. എൻ്റെ എതിരാളിയാണെങ്കിൽ എനിക്ക് അകന്നിരിക്കാമായിരുന്നു. അത് തന്നെ. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണതു ചെയ്തത്. നമ്മളുള്ളു തുറന്ന് സംസാരിക്കുമായി
നമ്മളൊന്നിച്ചു ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. ബ്രദറെ, ഞാനും ഈ സിസ്റ്ററും കൂടി ഒരുമിച്ച് എന്തോരം കാര്യങ്ങളാ ചെയ്തിട്ടില്ലേ. അവൾ എന്നോട് ഇത് ചെയ്തു. അതെ, അതാണ് ഈശോ അനുഭവിച്ച ആ വഞ്ചനാത്മകമായ വേദന. ആ വേദനയിൽ ഈശോയെ ആശ്വസിപ്പിക്കാൻ മദറിനെ ഈശോ വിളിക്കുന്നു. ഞാൻ ഈശോയെ ആശ്വസിപ്പിക്കാമെന്ന് മാത്രമല്ല, വെറും വേദനയല്ല, താൻ ഏറ്റവും സ്നേഹിച്ചവരിൽ നിന്ന് അനുഭവിച്ച വഞ്ചന. അത് യേശുവിൻ്റെ അപ്പസ്തോലന്മാർ യേശു അനുഭവിച്ചത് മാത്രമല്ല, ദൈവം ഏറ്റവും സ്നേഹിച്ച മാലാഖമാർ യേശുവിനെ വഞ്ചിച്ചു, ദൈവത്തെ വഞ്ചിച്ചു. ദൈവം സ്നേഹിച്ച ആദവും ഹവ്വയും ദൈവത്തെ വഞ്ചിച്ചു. ആ വഞ്ചനകളെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് യേശു വഞ്ചിക്കപ്പെടാൻ തന്നെ വിട്ടുകൊടുത്തത്. ആ വേദന ഇപ്പോൾ സിസ്റ്ററിന് മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ഓ എൻ്റെ ഈശോയെ, ഓ ഞാനത് സമർപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഞ്ചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞിട്ടുണ്ടായിട്ടുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിച്ചവർ നമ്മളെ വഞ്ചിച്ചു, തിരസ്കരിച്ചു, പുച്ഛിച്ചു, ഒറ്റിക്കൊടുത്തു. ഓ ഈശോയെ, അങ്ങ് അനുഭവിച്ച ആ വഞ്ചനകളുടെ വേദനയോടൊപ്പം ഞങ്ങളുടെ ഈ വേദന സമർപ്പിക്കുന്നു. ലോകം മുഴുവനെയും നീതീകരിക്കുന്നതിനായിട്ട് മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുകയും എന്നെ പ്രതി വ്യാജമായി നിങ്ങളോട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഏതാനും നിമിഷം ഭയങ്കര ഒരു നിശബ്ദത. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സിസ്റ്ററിൻ്റെ ഈ വേദന മുഴുവനും ഈശോയുടെ ആ വേദനയുമായിട്ട് ഇങ്ങനെ സിങ്കായി, അങ്ങനെ ഒന്നിച്ചു. ഈശോയ്ക്ക് വലിയ ആശ്വാസം കിട്ടുന്നു. സാവധാനം ഇവരുടെ മുഖത്തുണ്ടായിരുന്ന കരുവാളിച്ച വെറുപ്പും വിദ്വേഷത്തിൻ്റെ എല്ലാം മാറി പ്രസന്നവദനയായി ചിരിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഞാൻ പേടിച്ചു. മാത്രമല്ല, ഈ 2 വടികളും വലിച്ചെറിഞ്ഞ് ഈ ഫ്രോക്കിട്ട കന്യാസ്ത്രീ കൊച്ചു പിള്ളേരുടെ മാതിരി അങ്ങ് കറങ്ങി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. Praise the Lord. അതാണ് നിന്റെ ദുഃഖം സന്തോഷമായി മാറും. ഇത് ഇങ്ങനെ ആയെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഇതുണ്ടാവട്ടോ. പക്ഷേ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും ആ ടീമിനെ മുഴുവനും സ്നേഹിക്കാനും അവരോട് ക്ഷമിക്കാനും പറ്റി. മാത്രമല്ല, സിസ്റ്റർ പറയാണ്, ഇപ്പോഴെനിക്ക് മനസ്സിലായി ഇനി എൻ്റെ വിളി എന്താണ്. ഇനി എൻ്റെ വിളി ഈ കോൺഗ്രിഗേഷൻ്റെ മുഴുവൻ വേദനകളും എനിക്കറിയാം. ഓരോ മഠത്തിൻ്റെയും അവസ്ഥ എനിക്കറിയാം. അത് ഓരോന്നും ഈശോയെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് കൊടുക്കുക. അതാണ് അതേ സങ്കീർത്തനത്തിൽ തന്നെ 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഭാരം കർത്താവിൽ
കർത്താവിനെ ഇല്ല 17 സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ അവരാധിപ്പെട്ടു കരയും. അവിടുന്നെൻ്റെ സ്വരം കേൾക്കും. കണ്ടോ, അതാണ് നമ്മുടെ യാമപ്രാർത്ഥനകൾ. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ അവരാധിപ്പെട്ടു കരയും. അവിടുന്നെൻ്റെ സ്വരം കേൾക്കും. 22-ാമത്തെ വചനം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്നു നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി അല്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവണമെന്ന്. നമ്മളേറ്റവും സ്നേഹിക്കുന്നവർ നമ്മളെ പുച്ഛിക്കും, നമ്മളെ ഒറ്റിക്കൊടുക്കും, നമ്മളെ വേദനിപ്പിക്കും, നമ്മളെ അവഹേളിക്കും, നമ്മളെ തിരസ്കരിക്കും. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ, അത് ഈശോ അനുഭവിച്ച ആ വേദനയുടെ ഒരു നുള്ളു മാത്രമാണ്. അത് സ്വീകരിച്ച് ഈശോയെ ആശ്വസിപ്പിക്കണം. ഇങ്ങനെ ഓരോ മേഖലകളും. ഇതൊരു വശം ശരീരത്തിൻ്റെ വേദന. എല്ലാ മേഖലകളിലും ഈശോയുമായിട്ട് ഇതിനെ അനുനയിപ്പിക്കണം. അതേറ്റവും നല്ലത് കുർബാനയിലാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. കുരിശില്ലാതെ ക്രിസ്ത്യാനിയില്ല. വിത്തൗട്ട് ക്രോസ് ദർ ഈസ് നോ ക്രൗൺ. യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല. ഫിലിപ്പിയർ 1:29. യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനോടൊപ്പം സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ഉൾക്കൊണ്ടാലേ കരുത്തുണ്ടാവുള്ളൂ. ക്രിസ്തീയ കരുത്ത് എന്നത് സഹനത്തെ സ്വീകരിക്കാനുള്ള അത് ജ്ഞാനമാണ്. ഇതൊക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇതൊന്നും തോന്നൂല. കുറച്ച് കഴിയുമ്പോഴാണ് കർത്താവേ, അത് ഞാൻ സ്വീകരിക്കേണ്ടതായിരുന്നല്ലോ. അങ്ങനെ ജ്ഞാനം നിറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുൻകൂട്ടി മനസ്സിലാവും വരാനിരിക്കുന്ന സഹനത്തെ. ഏത് ഈശോ പറഞ്ഞില്ലേ, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, അവിടെ ആളുകൾ എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ് എന്ന പോലെ നമ്മൾ പറയും, എനിക്ക് അങ്ങോട്ട് പോകണം, കാരണം അവിടെ എന്നെ പീഡിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ്, ഞാൻ പീഡിപ്പിക്കപ്പെടണം. ഞാൻ അമ്മായിയമ്മയുടെ അടുത്ത് പോകണം. ഇതിപ്പോൾ നമ്മളെല്ലാം അമ്മായിയമ്മേനെ എങ്ങനെയെങ്കിലും വിട്ട് നമുക്കിവിടെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കാമെന്ന് വിചാരിച്ച് നടക്കണില്ല. അവിടെ എന്തുകൊണ്ടാണ് സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് സഹനശീലം ആത്മധൈര്യം നൽകുന്നു. റോമർ 5:3. കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പൊ ചെറുപ്പം മുതലേ ആത്മീയ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകണം. എന്നാൽ ഈ കഷ്ടതകളെല്ലാം ഈശോയുടെ കഷ്ടതകളോട് ചേരണം. അപ്പോഴാണ് നമ്മൾ ആത്മധൈര്യം. നിങ്ങൾ വിചാരിക്കേണ്ട ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു കഷ്ടതയില്ലാത്തവനാണെന്ന്. കഷ്ടതകളുടെ തീച്ചൂളയിൽ വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കണേ. പ്രൈസ് ദി ലോർഡ്.
കഷ്ടത, ആത്മധൈര്യം, സഹനശീലം. സഹനം മാത്രമല്ല, സഹനമല്ല, സഹനശീലം. സഹനം എല്ലായ്പ്പോഴും ഉണ്ടാകുമ്പോൾ അത് ശീലമായി. അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ആത്മധൈര്യം ഉണ്ടാവും. ആ ആത്മധൈര്യത്തിൽ നിന്നാണ് പ്രത്യാശ ഉണ്ടാകേണ്ടത്. നമുക്കിത്രയും നിർത്തുന്നു. ഒരു മിനിറ്റ് ഒന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേദനിച്ച ഒരു സംഭവത്തെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അത് ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒന്ന് സമർപ്പിക്കാം. ഈശോയെ ഞാനത് അങ്ങയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ അല്പസമയം മൗനമായി ഒന്നൊന്നായിട്ടെടുത്ത് പ്രാർത്ഥിക്കുക. ഉടനെ നമ്മൾ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്റെ കുരിശുമെടുത്ത് എൻ്റെ അടുക്കലേക്ക് വരിക. ഞാൻ എവിടേക്കാണ് പോയേ? ഞാൻ കാൽവരിയിലേക്കാണ് പോയേ. ഈ കുരിശ് തന്ന ആളുടെ പുറകെ പോകാനല്ല പറയണേ. കുരിശുമെടുത്ത് എൻ്റെ അടുത്തേക്ക് വരിക. അതാണിവിടെ കാൽവരി. അപ്പോൾ നമ്മുടെ ഇന്ന് വരെയുള്ള നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ തന്നെ, ശുശ്രൂഷാ ജീവിതത്തിലും ഇത് കൂടുതലായിട്ടുണ്ടാവും. ഒരു കാരണമില്ലാതെ നമ്മളെ അവഗണിക്കും, തിരസ്കരിക്കും. അതെല്ലാം ഉണ്ടാവും. നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നും. അതെല്ലാം ഇന്നിപ്പോൾ ഈ കുർബാനയിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആത്മധൈര്യവും, അപ്പോഴാണ് നീതിമാൻ ഈശോയുടെ ആ നീതിയോട് നമ്മൾ ചേരുന്നത്. പ്രൈസ് ദി ലോർഡ്.